നാട്ടിലാണോ ഉള്ളത്? നമ്മൾ എങ്ങോട്ടാ പോണേ? ഓട്ടോസിൽ പോയി എന്നിട്ട് ഇപ്പം എയർപോർട്ടിലേ എന്നിട്ട് ബസ്സിൽ പോയിട്ട് നാട്ടിലെത്തും. ഹായ്, അപ്പോൾ അവർ പറഞ്ഞ പോലെ നമ്മൾ ഇന്ന് നാട്ടിൽ പോവുകയാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ആസാമിലെ ഡിബ്രുഗഡ് എയർപോർട്ടിലാണ്. അപ്പോൾ നമ്മുടെ ബോർഡിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ബസ്സിൽ കയറി, ഫ്ലൈറ്റിൽ കയറി. അപ്പോൾ ഈ യാത്രയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ചില്ലുവിൻ്റെ മുന്നോട്ട് തന്നെ ഫസ്റ്റ് ഫ്ലൈറ്റാണ്. അപ്പോൾ അതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലാണ് അവർ. ഇവരുണ്ടായ പിന്നെ നമുക്കിതുവരെ ഫ്ലൈറ്റിൽ പോകേണ്ട ആവശ്യം വന്നിട്ടില്ല. അപ്പോൾ ഇത് കണ്ടല്ലോ, അവർ രണ്ടുപേരും കളിയും ചിരിയൊക്കെയായിരുന്നു. അങ്ങനെ നമ്മുടെ ബോർഡിംഗ് ഒക്കെ കംപ്ലീറ്റ് ആയി, ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യാൻ വേണ്ടി റെഡിയായി നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ യാത്ര ഡിബ്രുഗഡിൽ നിന്ന് കൊൽക്കത്തയിൽ നിന്ന് ഫ്ലൈറ്റ് ചേഞ്ച് ഉണ്ട്. അവിടുന്ന് പിന്നെ ബാംഗ്ലൂർക്കാണ്. ബാംഗ്ലൂർ നമ്മൾ ബസ്സാണ് കോഴിക്കോടേക്ക് ചെയ്തേക്കുന്നത്. ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ആയി കഴിഞ്ഞ് പിന്നെ കുറച്ച് നേരം കാഴ്ച കാണലായിരുന്നു അവരുടെ പരിപാടി. അത് കഴിഞ്ഞ് അടുത്ത് കഴിഞ്ഞപ്പോൾ ഇത് കളർ പെൻസിലൊക്കെ എടുത്ത് കളിയായി. ലാൻഡ് ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേന് രണ്ടുപേരുടെയും ചെവി വേദനിക്കുന്നതെന്ന് പറഞ്ഞ് കരച്ചിലുമായി. അങ്ങനെ ഒരു രീതിയിൽ പറഞ്ഞ് ഇരുത്തി നമ്മൾ ലാൻഡ് ചെയ്തിട്ടുണ്ട് കൊൽക്കത്ത എയർപോർട്ടിൽ. പുറത്തേക്ക് ഇറങ്ങി നമുക്ക് ഇനി ആദ്യത്തെ പരിപാടി നമ്മുടെ ഭക്ഷണം ഉച്ചയായി. ഞങ്ങളങ്ങനെ സാധാരണയായിട്ട് എയർപോർട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നത് KFC നിന്നാണ്. അപ്പോൾ ഈ പ്രാവശ്യം KFCയിൽ പോയി ഓർഡർ ചെയ്തു. ഓർഡർ വന്നിട്ടുണ്ട്. ലേ ഓവർ കുറച്ചധികം സമയമുള്ളതുകൊണ്ട് നമ്മൾ ആസ്വദിച്ചിരുന്ന് കഴിച്ചു. അങ്ങനെ ഫുഡ് അടി കഴിഞ്ഞ് നമ്മൾ കൊൽക്കത്ത എയർപോർട്ടിൽ നമ്മുടെ ഗേറ്റിൻ്റെ അടുത്തൊക്കെ പോയി. പിന്നെ ആദ്യമായിട്ടാണ് നമ്മൾ കൊൽക്കത്ത എയർപോർട്ടിൽ. അങ്ങനെ കൊൽക്കത്ത എയർപോർട്ടൊക്കെ ഒന്ന് ചുറ്റി കറങ്ങി കണ്ട് പിന്നീട് പിള്ളേർ ഒത്തിരുന്ന ഫ്ലൈറ്റ് എണ്ണലായി. 8ാമത്തെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തപ്പോഴത്തേനും നമ്മുടെ ഫ്ലൈറ്റിനുള്ള സമയമായി. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് അവിടെ നിന്ന് വെച്ച് ഫോട്ടോസൊക്കെ എടുത്ത് വീഡിയോസും എടുത്ത് അപ്പോൾ നമ്മുടെ മുന്നോട്ട് നല്ലതായിട്ട് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഭാഗമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ബൈ.